ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ച ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ മുല്ലപ്പെരിയാർ ഉന്നയിച്ച് കേരളം. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നും നിർമ്മാണ ചെലവ് പൂർണ്ണമായും കേരളം വഹിക്കാമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ യോഗത്തിൽ പറഞ്ഞു. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് 152 അടിയായി ഉയർത്തണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ആവശ്യപ്പെട്ടു. മണ്ഡല പുനർനിർണയ നീക്കം അംഗീകരിക്കില്ല എന്ന് മുഖ്യമന്ത്രിമാർ അമിത്ഷായെ അറിയിച്ചു. ചെന്നൈയിൽ ചേർന്ന 31ാമത് സൗത്തേൺ സോണൽ കൗൺസിലാണ് മുല്ലപ്പെരിയാർ വിഷയം ചർച്ചയായത്. പുതിയ ഡാമിന്റെ സ്ഥലവും ഡിസൈനും തമിഴ്നാടിന് തീരുമാനിക്കാം. വെള്ളം പൂർണ്ണമായും തമിഴ്നാടിന് നൽകാം. കേരളത്തിന്റെ സുരക്ഷ മുൻനിർത്തി പുതിയ ഡാം നിർമ്മിക്കാൻ അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് ഉയർത്തണമെന്നാണ് തമിഴ്നാടിന്റെ ആവശ്യം. നദീജല കരാർ കൃത്യമായി നടപ്പാക്കണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് നിലപാടെടുത്തു. യോഗത്തിനു മുൻപ് വി ഡി സതീശൻ, പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി ജോസഫ് വിജയ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മണ്ഡല പുനർനിർണയത്തെ ആന്ധ്രാപ്രദേശ് ഒഴികെയുള്ള സംസ്ഥാനങ്ങൾ എതിർത്തു. നീറ്റിൽ നിന്ന് തമിഴ്നാടിനെ ഒഴിവാക്കണമെന്ന ആവശ്യവും ഉയർന്നു. കാവേരി നദീജല തർക്കവും കർണാടകയുടെ മേക്കേദാട്ടു പദ്ധതിയും യോഗത്തിൽ ചർച്ചയായി. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരം സംരക്ഷിക്കണമെന്ന് വി ഡി സതീശൻ ചർച്ചയിൽ അഭിപ്രായപ്പെട്ടു. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിമാരും തെലങ്കാന ഉപമുഖ്യമന്ത്രിയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും യോഗത്തിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ, ദില്ലി.